MBA സെക്കൻഡ് ഇയർ വിദ്യാഭ്യാസം. ഞങ്ങൾക്ക് റീറ്റെയിൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് അത് റീറ്റെയിൽ ഷോപ്പുകളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പുകളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ പഠിക്കാനാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ മെയിനായിട്ട് ഇത് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ചാലക്കുടി ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് വന്നത്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അപ്പോൾ എന്താണ് വേറെ ഇതാദ്യത്തെ ഷോപ്പാണ് അത് വേറെ ഉള്ള ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പ് അപ്പോൾ ആദ്യത്തെ ഷോപ്പ് ഏതാണ്? എന്താണ് ഈ തുണി അല്ലെങ്കിൽ ഈ ഒരു മേഖല മനസ്സിലാറ് തുടങ്ങാൻ പ്രചോദനമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? സംഭവം നല്ലൊരു മേഖലയാണ്. പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജി എസ് ടി വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഈ ഓൺലൈനിലെ കടകളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോർ ഈ ലുക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ചെയ്തതാണ്? അതല്ല അത് ഇതൊക്കെ വെച്ചേക്കുന്ന സൂക്ഷിമായിരുന്നൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ ആൾക്കാർ വരുന്നത് ഞങ്ങളുടെ ഈ ഇതിലൊക്കെ നമ്മൾ ഓരോ അപ്പോൾ ചെടി വെച്ചേക്കുന്നതൊക്കെ ഇതിനായിട്ടാണ് കൊണ്ടിട്ട് സംഭവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതുപോലെ പഠിക്കാനുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് ഷോപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമായി. പിന്നെ കയറി കഴിഞ്ഞ് വീട്ടിൽ കയറുന്നത് ചെടി നല്ലൊരു എല്ലാ സാധനങ്ങളും ഒരു മനസ്സിലാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു പ്രായം സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ കട ഈ ചേട്ടനപ്പോൾ ഈ ഫീൽഡിൽ വരുന്ന പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റോറിനെ പറ്റി എന്തെങ്കിലും ഇത് പറയാനുണ്ടോ? ചേട്ടൻ്റെ ഫീൽഡെന്തായിരുന്നു? ആള് അപ്പോൾ എന്ത് പഠിച്ചത്? ആള് ഞാനിവിടെ ഇരുന്നതിൻ്റെ ഇത് ചേട്ടന് എന്താണ് ഈ ഫീൽഡിനെ പറ്റി പറയാനുള്ളത്? അങ്ങനെ പോകുന്നതിന് ഫോക്കസൊക്കെ കൊട്ടയിലാണോ ചാലക്കുടിയിലാണോ സെയിൽ കൂടുതൽ? അങ്ങനെ മാറി കൊട്ടി ചാലക്കുടി സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുടെ തുണികളാണോ അതോ ചെരുപ്പ് പോലത്തെ സാധനങ്ങളോ കൂടുതൽ? ഇപ്പോൾ മഴക്കാലമായിട്ട് എന്തെങ്കിലും കച്ചവടത്തിന് എന്തെങ്കിലും മോശം ആ ഒരു സമയമാകുമ്പോഴേക്കും ആൾക്കാർ സാറിൻ്റെ പോയിട്ട് പിന്നെ ടൈറ്റ് ആകും. പിന്നെ അതൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് ആൾക്കാർ വരുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ എടുക്കാനൊക്കെ എന്തെങ്കിലും അവർ വരുമ്പോൾ അവരുടെ ഇതാണ് ബാഗും ബുക്കും സാധനങ്ങളൊക്കെ ഷൂവൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത്. എൻ്റെ വീട് ആമ്പല്ലൂർ. അപ്പോൾ ഞങ്ങളോട് സഹകരിച്ചത് MBA